ദില്ലിയിലെ വായുമലിനീകരണത്തിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ദീപാവലിക്ക് ശേഷം മലിനീകരണം കുറവാണെന്ന് മുഖ്യമന്ത്രി രേഖ ഗുപ്ത പറഞ്ഞു. മലിനീകരണം തടയുന്നതിൽ സർക്കാർ നിഷ്ക്രിയമാണെന്ന് ആം ആദ്മി പാർട്ടി വിമർശിച്ചു. ദില്ലിയിലെ വായുമലിനീകരണത്തിൽ ബി.ജെ.പി. ആം ആദ്മി പാർട്ടി രാഷ്ട്രീയ പോര് മുറുകുന്നു. മലിനീകരണം തടയാൻ സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി രേഖ ഗുപ്ത പറഞ്ഞു. മുൻ വർഷത്തെ കണക്കുകൾ നോക്കിയാൽ വ്യക്തമാകുമെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. पॉल्यूशन उस दृष्टि से पहले से कम है और सरकार अपने जितने भी काम है वो सब कर रही है और करती रहेगी दिल्ली के लिए लगातार. तो ये कुछ नया नहीं है जो है. ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിൽ വായു ഗുണനിലവാര സൂചിക 1000-ന് മുകളിലെന്ന് ദില്ലി മന്ത്രി മജീന്ദർ സിർസ വിമർശനം ഉന്നയിച്ചു. വായു മലിനീകരണം തടയുന്നതിൽ ദില്ലി സർക്കാർ പരാജയപ്പെട്ടതുകൊണ്ട് രക്ഷപ്പെടാൻ പലതും പറയുകയാണ് എന്ന് ആം ആദ്മി പാർട്ടി തിരിച്ചടിച്ചു. ദില്ലിയിൽ ഭൂരിഭാഗം ഇടങ്ങളിലും ഇന്നും വായു ഗുണനിലവാര സൂചിക 300-ന് മുകളിലാണ്. വായു മലിനീകരണം തടയാൻ കൃത്രിമ മഴ പെയ്യിക്കാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അനുമതി നൽകിയേക്കും. അനുമതി ലഭിച്ചയുടൻ മഴയുടെ ട്രയൽ നടത്താനാണ് നീക്കം. പദ്ധതിക്കായി 3.5 കോടി രൂപ ദില്ലി സർക്കാർ നേരത്തെ അനുവദിച്ചിരുന്നു. റിപ്പോർട്ടർ, ദില്ലി.